ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? എനിക്ക് സുഖമാണ് കേട്ടോ. നമ്മുടെ വീഡിയോ വന്നിട്ട് കുറേ ദിവസമായില്ലേ, കുറച്ച് ദിവസമായി എന്നറിയാം. എൻ്റെ ക്യാമറമാൻ നാട്ടിൽ പോയി ഗൈസ്, അതുകൊണ്ടാണ്. എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും ജസ്റ്റ് ഒരു ചെറിയൊരു ലീവ് എടുത്തിട്ട് നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ യൂഷ്വലി ഹസ്ബൻഡാണ് എനിക്ക് വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ ആൾ പോയി കഴിഞ്ഞപ്പോൾ ആൾ കാര്യം പോയപ്പോൾ ക്യാമറ സ്റ്റാൻഡും കാര്യങ്ങളെല്ലാം വാങ്ങിച്ചു തന്നിട്ടൊക്കെയാണ് പോയത്. പക്ഷേ എന്തോ എനിക്കൊരു മൂഡ് തോന്നിയില്ല, അതുകൊണ്ടാണ് കേട്ടോ വീഡിയോ ഇത്ര ഡിലേ ആയത്. ചുമ്മാ എൻ്റെ വിശേഷങ്ങൾ പറഞ്ഞേ ഉള്ളൂ. നിൻ്റെ വിശേഷമൊക്കെ ഇപ്പോൾ ആർക്കും അറിയണ്ടേ, കാര്യത്തിലേക്ക് വാ എന്നാണോ? ഓക്കെ, അപ്പോൾ വീഡിയോയിലേക്ക് പോയേക്കാം. Our hearts beat to the city streets. We began to feel the fire. We rise like tall buildings as the chemicals that take us higher. അപ്പോൾ ഇന്നത്തെ വീഡിയോ വളരെ സ്പെഷ്യലാണ് കേട്ടോ. കാരണം ഇത് കാണുന്ന ആർക്കും ഇത് യൂസ്ഫുൾ ആവാതെ പോവില്ല. അതായത് DHA എക്സാം എഴുതണം എന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾ ഓരോരുത്തർക്കും വളരെ 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 യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. കാരണം ഞാൻ ഇത്രയും വീഡിയോ ചെയ്തു, കുറേ കമൻസ് സ്റ്റിൽ നമുക്ക് വരുന്നുണ്ട്. ഗ്യാപ്പ് ഒരു പ്രശ്നമാണോ, എക്സ്പീരിയൻസ് വേണമെന്ന് നിർബന്ധമുണ്ടോ, അല്ലെങ്കിൽ ANMകാർക്ക് എക്സാം എഴുതാമോ, GNMകാർക്ക് എക്സാം എഴുതാമോ, BSCക്കാർക്ക് മാത്രമേ DHA എക്സാം എഴുതാൻ പറ്റുള്ളൂ, അങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. ഞാൻ കമൻസിനൊക്കെ റിപ്ലൈ ചെയ്തിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ എനിക്ക് തോന്നുന്നു നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഈ കാര്യത്തെക്കുറിച്ച് കുറച്ചും കൂടി ഗവേഷണങ്ങളൊക്കെ നടത്തണം എന്ന് വിചാരിച്ചിട്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ ഒരു വീഡിയോ ചെയ്ത് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ അത് ട്രസ്റ്റ്ഫുൾ ആയിരിക്കണം അല്ലേ. കാരണം അത് വളരെ സത്യസന്ധമായിരിക്കണം, 100% നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അതിന് ഞാനും റെസ്പോൺസിബിൾ ആണ്. ഞാൻ നിങ്ങളുടെ അടുത്ത് മുമ്പ് ഇങ്ങനെ ചുമ്മാ ഇരുന്നൊരു വീഡിയോ ചെയ്യുന്നത് കൊണ്ട് അർത്ഥമില്ല. ആ പറയുന്ന കാര്യങ്ങളെല്ലാം 100% കറക്റ്റാണെങ്കിൽ മാത്രമേ നിങ്ങളിലേക്ക് എത്തിക്കുന്നതുകൊണ്ട് അർത്ഥമുള്ളൂ. അപ്പം ഞാനും കുറേ റിസർച്ചും കാര്യങ്ങളൊക്കെ നടത്തി, അറിയാവുന്ന കുറേ ആളുകളുമായിട്ട് സംസാരിച്ചു. അങ്ങനെ ഞാൻ കുറേ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. സോ എനിക്ക് തോന്നുന്നു ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് അതിനൊരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ കിട്ടുമെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ ആക്ച്വലി ഇന്ന് ഡ്യൂട്ടിക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ വിചാരിച്ച് കുറേ ദിവസമായില്ലേ വീഡിയോ എടുത്തിട്ട്. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ എനിക്ക് 1 to 10 ആണ് ഷിഫ്റ്റ്. അപ്പോൾ എനിക്ക് വണ്ടിക്ക് വരാനായിട്ട് 11 o'clock ഒക്കെ ആവും. അപ്പോൾ പിന്നെ ഒരു ചെറിയ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഡ്യൂട്ടിക്ക് പോകുന്ന ഒരു ലുക്കിൽ ഇങ്ങനെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് യൂണിഫോം ഇട്ടിട്ട് പോകാൻ പറ്റില്ല. ഞങ്ങൾക്ക് യൂണിഫോം വാഷിങ്ങും അയണിങ്ങും ഒക്കെ ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ നമ്മൾ കളർ ഡ്രസ്സ് ഇട്ടിട്ട് വേണം പോകാൻ. അവിടെ ചെന്നിട്ട് വേണം നമുക്ക് യൂണിഫോം ചെയ്യാനായിട്ട്. ഓക്കെ, ടോപ്പിക്കിന് മാറിപ്പോകുന്നില്ല. അപ്പോൾ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള, നിങ്ങളുടെ ഒത്തിരി റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള, നിങ്ങൾ ഇപ്പോഴും സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ആ കുറച്ച് ടോപ്പിക്സിനെ കുറിച്ച്, ആ കുറച്ച് കാര്യത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മുടെ വീഡിയോ. ഫസ്റ്റ്, കുറേ പേര് ചോദിക്കുന്നൊരു ചോദ്യമാണ്, എക്സ്പീരിയൻസ് ആവശ്യമാണോ DHA എക്സാം എഴുതാനായിട്ട്? എക്സ്പീരിയൻസിൻ്റെ കാര്യമുണ്ടോ? എക്സ്പീരിയൻസ് ഇല്ലാതെയും പ്രശ്നമില്ലല്ലോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം അതിനൊരു കൺഫ്യൂഷൻ വരാൻ കാരണം മേ ബി ഇൻ ബിറ്റ്വീൻ ഒരു ന്യൂസ് വന്നിട്ടുണ്ടായിരുന്നു, എക്സ്പീരിയൻസ് ഇല്ലാതെ, അതായത് ഫ്രഷേഴ്സിനും DHA എക്സാം അപ്പിയർ ചെയ്യാം എന്നുള്ളത്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ആ ഒരു നമ്മുടെ പാൻഡമിക് ടൈം ഉണ്ടല്ലോ, അതായത് ആ കോവിഡ് ടൈമിൽ എന്താ പറയുക, നഴ്സസിൻ്റെ ആ ഒരു എന്താ പറയുക പരിമിതികൾ, നഴ്സസിൻ്റെ അവൈലബിൾ അല്ലായിരുന്ന സമയത്ത് അവരപ്പോഴുണ്ടാക്കിയൊരു റൂളാണ്. സോ അതായത് 2020. അപ്പോൾ 2020 തൊട്ട് പാസ് ഔട്ട് ആയവർക്കാണ് അത് ബാധകമായിട്ടുള്ളത്. അതായത് നമ്മൾ ഇപ്പോൾ 2015 പാസ് ഔട്ടായി, എന്നിട്ട് ഇത്രയും നാളും എക്സ്പീരിയൻസ് ഇല്ലാണ്ട് പെട്ടെന്ന് നമുക്ക് DHA എക്സാം അപ്പിയർ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ അവിടെ അതൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ബിക്കോസ് 2020 തൊട്ടുള്ളവർക്കാണ് ആ ഒരു നോ എക്സ്പീരിയൻസ് കാറ്റഗറിയിലേക്ക് അല്ലെങ്കിൽ ഫ്രഷേഴ്സിന് അപ്പിയർ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇതുവരെയും വിത്ഡ്രോ ചെയ്തതായിട്ടുള്ള അറിവില്ല. അപ്പോൾ സ്റ്റിൽ അവർക്കത് കണ്ടിന്യൂയിങ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം സ്റ്റിൽ നിങ്ങളിപ്പോൾ കമൻസിലൂടെ ചോദിക്കുന്നത് പോലെ തന്നെ, അപ്പം എനിക്കിപ്പോൾ 3 വർഷം ഗ്യാപ്പ് ഉണ്ട്, അല്ലെങ്കിൽ 2 വർഷം ഗ്യാപ്പ് ഉണ്ട്, അപ്പോൾ എനിക്ക് അപ്പിയർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. അപ്പോൾ അതിനുള്ള ഉത്തരവാണിത്. അതായത് മാക്സിമം അവർ അലൗ ചെയ്യുന്നത്, അതായത് നോൺ എമിറാത്തികൾക്ക്, അതായത് UAEക്കാർക്കല്ലാത്ത ബാക്കി പുറത്തു നിന്നുള്ള ലൈക്ക് നമ്മുടെ ഇന്ത്യൻസിനെ പോലെയുള്ളവർക്ക് മാക്സിമം 5 years ഗ്യാപ്പ് അവർ അലൗ ചെയ്യുന്നുണ്ട്. മാക്സിമം 5 years, അതിനപ്പുറത്തേക്ക് അവർ അലൗ ചെയ്യുന്നില്ല. അപ്പം മാക്സിമം 5 years ഗ്യാപ്പ് വരെ ഓക്കെയാണ്.
എനിക്ക് തോന്നുന്നില്ല മാക്സിമം 5 years ഒക്കെ ഗ്യാപ്പ് ഇരുന്നിട്ട് പിന്നെ എക്സാം എഴുതുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന്. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ആൻസറാണ്, മാക്സിമം 5 years വരെ നിങ്ങൾക്ക് ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അത് പ്രശ്നമില്ല. ബട്ട് സ്റ്റിൽ അവിടെയും ചില ക്രൈറ്റീരിയസ് ഉണ്ട്, അത് ഞാൻ പറയാം. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് തന്നെയും നിങ്ങൾ എലിജിബിൾ ആണോ എന്ന്. അതായത് ഞാൻ തമ്പനയിൽ പറഞ്ഞതുപോലെ am I eligible for DHA എക്സാം? അത് നഴ്സസ് എന്നല്ല, ഡെന്റിസ്റ്റ് ആയിക്കോട്ടെ, ഡോക്ടേഴ്സ് ആയിക്കോട്ടെ, ഫാർമസിസ്റ്റ് ആയിക്കോട്ടെ, whoever it is, ആർക്ക് വേണമെങ്കിലും നിങ്ങൾക്ക് ഞാനിപ്പോൾ DHA എക്സാം എഴുതാൻ എലിജിബിൾ ആണോ എന്ന് നിങ്ങൾക്ക് തന്നെ ചെക്ക് ചെയ്യണമെങ്കിൽ അതിനും ഒരു സ്പെഷ്യൽ ടൂൾ നമുക്കുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തായിട്ട് പറയുന്നുണ്ട്. സോ ഡോണ്ട് സ്കിപ്പ് ദ വീഡിയോ. ഓക്കെ, അപ്പോൾ പറഞ്ഞതുപോലെ മാക്സിമം 5 years ഗ്യാപ്പ്, ഇറ്റ്സ് ഫൈൻ. പിന്നെ യൂണിഫൈഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ റിക്വയർമെൻറ്റ് എന്ന് പറയുന്നതനുസരിച്ചിട്ട് നമുക്ക് മാക്സിമം ലൈക്ക് ഒരു 2 year ഗ്യാപ്പ് അവർ തന്നിട്ടുണ്ട്. അതായത് 2 year ഗ്യാപ്പായി നമുക്കുള്ളൂ എങ്കിൽ അവിടെ പ്രത്യേകിച്ച് നമ്മളൊരു പ്രത്യേക റിക്വയർമെൻറ്റ്സിൻ്റെ ഒന്നും ആവശ്യമില്ല. വി ക്യാൻ അപ്പിയർ ഫോർ DHA എക്സാം. അതായത് 2 year ഗ്യാപ്പേ ഉള്ളൂവെങ്കിൽ നമുക്ക് ദർ ഈസ് നോ റെസ്ട്രിക്ഷൻസ്, നോ റിക്വയർമെൻറ്റ്സ്, നത്തിങ്. നമുക്ക് ഡയറക്റ്റ്ലി DHA എക്സാം നമുക്ക് അപ്പിയർ ചെയ്യാൻ പറ്റും. ബട്ട് ഇപ്പോൾ നമുക്ക് 2 to 3 years, അതായത് ലെസ് ദാൻ 3 years എക്സ്പീരിയൻസ്, 2 yearനേക്കാൾ കൂടുതൽ 2 to 3 year ഗ്യാപ്പാണ് ഉള്ളതെങ്കിൽ അവിടെ ഒരു റിക്വയർമെൻറ്റ് അവർ പറയുന്നത് 20 CME പോയിന്റ് പ്ലസ് 4 month ട്രെയിനിങ് അവർ ഒരു റിക്വയർമെൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അപ്പം 2 to 3 years ഗ്യാപ്പാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ നിങ്ങൾ ഈ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്തിരിക്കണം. അതായത് 20 CME പോയിൻറ്റും 4 month ട്രെയിനിങ്ങും നിങ്ങൾ എടുത്തിരിക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് DHA എക്സാമിന് അപ്പിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. 3 to 4 years ഗ്യാപ്പ് ഉള്ളവർക്കാണെങ്കിൽ നിങ്ങൾക്ക് 40 CME പോയിന്റ് പ്ലസ് 6 month ട്രെയിനിങ് ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? 40 CME പോയിന്റ് പ്ലസ് 6 month ട്രെയിനിങ്. ഇനി അത് 4 to 5 years. അപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി മാക്സിമം 5 years വരെ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ തന്നെ 4 to 5 years ഗ്യാപ്പുള്ള ഒരാൾക്കാണ് എങ്കിൽ നമുക്ക് 60 CME പോയിന്റ് ഉണ്ടായിരിക്കണം. അതുപോലെ 8 month ട്രെയിനിങ് പ്രോഗ്രാമിൻ്റെ സർട്ടിഫിക്കേഷനും ഉണ്ടായിരിക്കണം. അപ്പോൾ ഇതാണ് റിക്വയർമെൻറ്റ്സ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇപ്പോൾ നിങ്ങൾ സ്റ്റിൽ കൺഫ്യൂസ്ഡ് ആയിരിക്കും എന്താണ് ഈ CME എന്നുള്ളത്, അല്ലേ? CME എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ എന്നാണ്. CME, കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ. അത് നിങ്ങൾക്ക് മാത്രമല്ല, ഇവിടെ വർക്ക് ചെയ്യുന്ന ഞങ്ങൾ ഓരോരുത്തർക്കും ബാധകമാണ്. ബിക്കോസ് നമ്മളിപ്പോൾ നമ്മുടെ DHA ലൈസൻസ്, നമ്മളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യാൻ കയറുന്നു, നമ്മുടെ ആ ഒരു ലൈസൻസ് അവർ ആക്ടിവേറ്റ് ആക്കും അവിടെ ഹോസ്പിറ്റലിൻ്റെ അണ്ടറിൽ. ബട്ട് സ്റ്റിൽ അത് 1 year വാറണ്ടി ഉണ്ടാവുള്ളൂ. ആ 1 year കഴിയുമ്പോൾ നമ്മൾ വീണ്ടും അത് റിന്യൂ ചെയ്യണം. അപ്പോൾ ഇവിടെ ഒരു ക്രൈറ്റീരിയ ആണ്, ആ 1 year കഴിഞ്ഞ് നമ്മൾ റിന്യൂ ചെയ്യണമെങ്കിൽ നഴ്സുമാർക്ക് 20 CME, അതായത് കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷൻ്റെ സർട്ടിഫിക്കേഷൻ 20 points റിക്വയർമെൻ്റ് ഉണ്ട്. ഡോക്ടേഴ്സിന് വേറെയാണ്. അങ്ങനെ ഓരോ കാറ്റഗറിയിലുള്ളവർക്ക് ഓരോ പോയിന്റ്സ് ആണ് പറയുന്നത്. ആസ് എ നേഴ്സ് നമുക്ക് 20 CME ഇയർലി നമ്മളത് സബ്മിറ്റ് ചെയ്തിരിക്കണം നമ്മുടെ DHAയുടെ സൈറ്റിൽ. അപ്പോൾ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ കാര്യം. അപ്പോൾ CME എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂയിങ് മെഡിക്കൽ എഡ്യൂക്കേഷനാണ്. അത് ഞാൻ കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുകയാണെങ്കിൽ മറ്റൊന്നുമല്ല, അതായത് നമ്മുടെ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ ചിലപ്പം ഇവിടെയൊക്കെ ആണെങ്കിൽ ചില വെബിനാറുകളും സെമിനാറുകളും ഒക്കെ അവർ നടത്താറുണ്ട്. അതായത് നമ്മുടെ നേർക്ക് നേരായിട്ട് തന്നെ. അതല്ലാണ്ട് ഓൺലൈൻ ഉണ്ട്. ഞങ്ങളൊക്കെ കൂടുതലും ഓൺലൈനൊക്കെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഓൺലൈൻ ആകുമ്പോൾ നമ്മൾ ജസ്റ്റ് അത് കാരണം നമുക്ക് ഇങ്ങടേക്ക് വരും. കാരണം ഇവിടെ ഒരു റിക്വയർമെൻ്റ് ആയതുകൊണ്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ആണെങ്കിലും ചില മെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടും. ഇന്ന ഒരു സെമിനാർ നടക്കുന്നുണ്ട്, ഇന്ന ദിവസം ഇന്ന സമയത്ത് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിടുവാണെങ്കിൽ നിങ്ങൾക്ക് 2 CME കിട്ടും, അല്ലെങ്കിൽ 1 CME കിട്ടും. അപ്പോൾ നമ്മുടെ ഇവിടെ 1 പോയിന്റിന് വരെ നമുക്ക് വാല്യൂ ആണ്. കാരണം 1 അത് കൂട്ടി വെച്ചിട്ടാണ് നമുക്ക് ആ 20 CME ആക്കാൻ വേണ്ടി. കാരണം അടുത്ത വർഷത്തേക്ക് 20 CME കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് നമ്മുടെ റിന്യൂവൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് എല്ലാവർക്കും അത് ബാധകമാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാണെങ്കിലും CME പോയിന്റ് എങ്ങനെയാണ് കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. 2 to 3 year ഗ്യാപ്പ് ആണെങ്കിൽ there should be 20 CME plus 4 month ട്രെയിനിങ്. ആൻഡ് 3 to 4 years ആണ് എന്നുണ്ടെങ്കിൽ 40 CME plus 6 month ട്രെയിനിങ്. ദെൻ 4 to 5 years ഗ്യാപ്പ് ആണ് എന്നുണ്ടെങ്കിൽ അവിടെ 60 CME plus 8 month ട്രെയിനിങ്. ഈ ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, അതായത് നമ്മുടെ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോഗ്രാം അങ്ങനെയൊക്കെയുള്ള നഴ്സിംഗ് റിലേറ്റഡ് അല്ലെങ്കിൽ മെഡിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾ അറ്റൻഡ് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കേഷനാണ് അവർ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക്
ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എക്സ്പീരിയൻസ് പ്ലസ് ഗ്യാപ്പ്, മറ്റൊന്നും കൊണ്ടല്ല, സ്റ്റിൽ എനിക്ക് ക്വസ്റ്റ്യൻസും കമൻസും വരുന്നത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഗ്യാപ്പ് ഉള്ളവരും എക്സ്പീരിയൻസിനെ കുറിച്ച് ഡൗട്ട് ഉള്ളവരും ഒന്ന് ശ്രദ്ധിച്ചേക്കുക. ഇതാണ് സംഭവം. ഇതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറഞ്ഞേക്കാം കേട്ടോ. അതായത് ഇപ്പോൾ ഇത് കുറേ നാൾ മുമ്പ് പഠിച്ചിറങ്ങി അവർക്കുള്ള എക്സ്പീരിയൻസിൻ്റെ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇനി അതല്ല, ഇപ്പം ഞാനൊരു 2022 ഞാൻ പാസ് ഔട്ട് ആയെന്ന് വിചാരിക്കുക. 2022 ഞാൻ പാസ് ഔട്ട് ആയി. അപ്പോൾ ഇപ്പം ഇതുവരെ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പ്രത്യേകിച്ച് റിക്വയർമെൻറ്റ്സും കാര്യങ്ങളും ഒന്നുമില്ല. നിങ്ങൾക്കൊരു സ്കിൽ വർക്കിംഗ് സർട്ടിഫിക്കറ്റ്, അതായത് ലാസ്റ്റ് ഒരു 8 months നിങ്ങൾ വർക്ക് ചെയ്തു അല്ലെങ്കിൽ 8 to 6 months നിങ്ങൾക്ക് 6 to 8 months നിങ്ങൾ വർക്ക് ചെയ്തു എന്നുള്ളതിൻ്റെ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചാൽ മതി. അപ്പം നിങ്ങൾക്ക് വേറെ പ്രത്യേകിച്ച് CMED അങ്ങനത്തെ റിക്വയർമെൻറ്റ്സും കാര്യങ്ങളൊന്നും ഇല്ല. ഇനി ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ഇടയ്ക്ക് സൂചിപ്പിച്ചതുപോലെ തന്നെ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള അടുത്ത സ്റ്റെപ്പിലോട്ട് കിടക്കുകയാണ്. ഞാൻ ഇത്രയും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തു. ഗ്യാപ്പ് ഇഷ്യൂ ആണോ, എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. ബട്ട് സ്റ്റിൽ നിങ്ങൾ എന്തെങ്കിലും ഇനി ഡൗട്ട് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ഓക്കെ ഫൈൻ, ജസ്റ്റ് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ വീട്ടിൽ ഇരുന്നിട്ട് ആം ഐ എലിജിബിൾ ഫോർ DHA എക്സാം എന്ന് നോക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇതാ നമ്മളിങ്ങനെ ഗൂഗിൾ ക്രോമിൽ പോയിട്ട് DHA സെൽഫ് അസസ്മെൻറ്റ് എന്നുള്ള ഒരു ഇതിൽ അടിച്ചു കൊടുക്കുക. അങ്ങനെ ടൈപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആയിരിക്കും വരിക. അതിലേക്ക് കാണുന്ന ഫസ്റ്റ് ഓപ്ഷൻ ഉണ്ടല്ലോ, സെൽഫ് അസസ്മെൻറ്റ് ടൂൾ എന്നുള്ളതിൽ നമ്മൾ പ്രസ് ചെയ്യുന്നു. അപ്പം നമുക്ക് ഇങ്ങനത്തെ ഒരു നമ്മുടെ DHA സൈറ്റിലേക്ക് നമ്മൾ ഡയറക്റ്റ് പോവുകയാണ്. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് വിച്ച് കാറ്റഗറി ആർ യു അപ്ലൈയിങ് ഫോർ. അപ്പോൾ അവിടെ എല്ലാ കാറ്റഗറീസ്, ഫിസിഷ്യൻ, ഡെന്റിസ്റ്റ്, നഴ്സ് എല്ലാം വരുന്നുണ്ട്. സോ ഞാനിപ്പോൾ നഴ്സ് ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് നഴ്സിന് ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ അടുത്ത് വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ് വിച്ച് ടൈറ്റിൽ ആർ യു ലുക്കിംഗ് ഫോർ. അപ്പം നമുക്കറിയാം ഞാനിപ്പോൾ BSc ആയതുകൊണ്ട് ഞാൻ രജിസ്റ്റേർഡ് നഴ്സ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവിടെ ചോദിക്കുന്നുണ്ട് വാട്ട് ഈസ് യുവർ നാഷണാലിറ്റി എന്ന്. അപ്പം നാഷണാലിറ്റി നമ്മുടെ ഏതാണോ അത് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പം ഞാനിവിടെ ഇന്ത്യ സെലക്ട് ചെയ്ത് കൊടുത്തു. പിന്നെ വിച്ച് കൺട്രി ഡിഡ് യു റിസീവ് യുവർ ബേസിക് നഴ്സിംഗ് മിഡ്വൈഫറി ഡിഗ്രി ഫ്രം എന്ന് ചോദിച്ചിരിക്കുന്നു. അപ്പം നിങ്ങൾ ഏത് സ്ഥലത്തു നിന്നാണോ, അപ്പോൾ യൂഷ്വലി നമ്മൾ ഇന്ത്യ എന്നായിരിക്കുമല്ലോ. അപ്പോൾ ഇന്ത്യ എന്നാകുമ്പോൾ ഇന്ത്യ എന്ന് നമ്മൾ ടൈപ്പ് ചെയ്തു. നമ്മൾ എന്നിട്ട് നെക്സ്റ്റ് പ്രസ് ചെയ്തു. വീണ്ടും അവർ ചോദിക്കുകയാണ് വിച്ച് ഇൻസ്റ്റിറ്റ്യൂഷൻ ഡിഡ് യു കംപ്ലീറ്റ് യുവർ ബേസിക് നഴ്സിംഗ് മിഡ്വൈഫറി ഡിഗ്രി ഫ്രം. അപ്പം ഞാൻ എൻ്റെ നഴ്സിംഗ് കോളേജിൻ്റെ പേര് അടിച്ചു കൊടുത്തു. നിങ്ങൾ ഏത് നഴ്സിംഗ് കോളേജിലാണോ പഠിച്ചത് അവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് അടിച്ചു കൊടുക്കുക, നിങ്ങളുടെ നഴ്സിംഗ് കോളേജിൻ്റെ പേര് അടിച്ചു കൊടുക്കുക. സോ ഞാനിവിടെ അടിച്ചു കൊടുത്തു. ദെൻ നെക്സ്റ്റ് വിച്ച് ബേസിക് നഴ്സിംഗ് മിഡ്വൈഫറി ഡിഗ്രി ഡു യു ഹോൾഡ്, ഏതാണ്, അതായത് നമ്മളിപ്പോൾ ഏതാണ്, BSc ആണോ GNM ആണോ ഏതാണെന്ന് വെച്ചാൽ അവിടെ നമ്മൾ അടിച്ചു കൊടുക്കുക. നെക്സ്റ്റ് വരുന്നതാണ് വെൻ ഡിഡ് യു സ്റ്റാർട്ട് ആൻഡ് കംപ്ലീറ്റ് ദ ഡിഗ്രി. അപ്പം നമ്മൾ എന്നാണ് ഡിഗ്രി സ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളത് നമ്മൾ അടിച്ചു കൊടുക്കുകയാണ്. സോറി, ഞാൻ ആക്ച്വലി ഇവിടെ എൻ്റെ ഇയർ തെറ്റിപ്പോയി. ഞാൻ 2011 സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഞാൻ ജസ്റ്റ് ചേഞ്ച് ചെയ്യണം. അപ്പം നമ്മൾ ഏത് ഇയറിലാണോ നമ്മൾ പഠിച്ചത് സ്റ്റാർട്ട് ചെയ്തത് ആ ഇയർ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കുന്നു. ഞാനിപ്പോൾ ജസ്റ്റ് ചുമ്മാ നിങ്ങളിത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് ചെയ്യുന്നു എന്നുള്ളൂ കേട്ടോ. ഞാനിപ്പം ഇടുന്ന ഇയർ കറക്റ്റാണ്, പക്ഷെ അല്ലാതെ ഉള്ള ഡേറ്റുകളും കാര്യങ്ങളൊക്കെ ഞാൻ ചുമ്മാ ജസ്റ്റ് നിങ്ങളെ ഇപ്പോൾ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രം. അപ്പോൾ ഡു യു ഹാവ് എ വാലിഡ് ബേസിക് ലൈഫ് സപ്പോർട്ട് സർട്ടിഫിക്കറ്റ് എന്ന് ചോദിച്ചേക്കാം. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഉണ്ടെന്ന് പറയുന്നു. ഡു യു ഹാവ് എനി റിലേറ്റഡ് പ്രൊഫഷണൽ പിന്നെ എന്താണ് എക്സ്പീരിയൻസ് എന്നാണ് ചോദിച്ചത്. അപ്പോൾ എക്സ്പീരിയൻസ് ഉള്ളത് ഇപ്പം ഞാനിപ്പോൾ ചുമ്മാ, അതായത് ഞാൻ 2015 പഠിച്ചിറങ്ങിയത്. അപ്പം ഞാൻ ജസ്റ്റ് ചുമ്മാ ഞാൻ അടിച്ചു കൊടുക്കുകയാണ് 2016 തൊട്ട് ഇപ്പം 2024 വരെ, അതായത് നാട്ടിലെ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുള്ളത്, അതായത് DHA എക്സാം എലിജിബിൾ ആണോ എന്ന് നോക്കാൻ വേണ്ടിയല്ലേ. അപ്പം ഞാൻ ചുമ്മാ അടിച്ചു കൊടുക്കുന്നേ ഉള്ളൂ. അപ്പം നമ്മൾ ഏത് കൺട്രിയിൽ നിന്നാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടിയതെന്നുള്ളത് അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നു. ഡു യു ഹാവ് എനി അനദർ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഡു യു വാണ്ട് ടു ആഡ് എന്ന് ചോദിക്കുമ്പോൾ ഉണ്ടോ ഇല്ലെന്ന് ടൈപ്പ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ടൈപ്പ് ചെയ്ത് കൊടുത്തിരിക്കുന്ന സംഭവങ്ങളെല്ലാം ആണ് കറക്റ്റ് ആണോ എന്ന് നോക്കുക. എന്നിട്ട് ഗെറ്റ് റിസൾട്ട് നോക്കുക. അപ്പോൾ ഇതാ നമുക്ക് വരും യു ആർ എലിജിബിൾ ടു ബിക്കം എ രജിസ്റ്റേർഡ് നഴ്സ്, രജിസ്റ്റേർഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആസ് രജിസ്റ്റേർഡ് നഴ്സ്. സോ നമ്മൾ എലിജിബിൾ ആണ് എന്ന് നമുക്ക് ഇതിനകത്തൂടെ കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഞാൻ ഇന്ന് പറഞ്ഞ എല്ലാ കാര്യങ്ങളും പൂർണ്ണമായ രീതിയിൽ മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. Hope this video will very useful for you all. ആൻഡ് ഇപ്പം DHA എക്സാം എഴുതാൻ കാത്തിരിക്കുന്ന അല്ലെങ്കിൽ ആഗ്രഹത്തോടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് യൂസ്ഫുള്ളായി തന്നെ വിചാരിക്കുന്നു. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിനുള്ള ഒരു ക്ലാരിഫിക്കേഷൻ തരാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. എനിക്കറിയില്ല ഒത്തിരി വളച്ചു നീട്ടയായി പോയോ എന്ന്. മറ്റൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് കൂടുതൽ കുറേ കമൻസും ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് കൊണ്ട് എന്താ പറയുക, ഡൗട്ട് അങ്ങ് തീരട്ടെ എന്ന് വെച്ചിട്ട് ഞാൻ അങ്ങ് എക്സ്പ്ലെയിൻ ചെയ്തേ ഉള്ളൂ കേട്ടോ.
പിന്നെ അതുപോലെ ഒരു കാര്യം കൂടെ നോട്ട് ഡൗൺ ചെയ്യാനുണ്ട്. കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു DH എക്സാം ഞാൻ ഇവിടെ വന്നിട്ടാണ് എഴുതിയത്, അതായത് UAE വന്നിട്ടാണ് എഴുതിയത്. അപ്പോൾ UAE വന്നിട്ട് എഴുതാനായിട്ടാണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളും, പിന്നെ അതുപോലെ നമുക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഇതിൻ്റെ കൂടെ അങ്ങ് പറയുന്നു DH ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ, അതായത് എലിജിബിലിറ്റി ലെറ്ററിലേക്ക് ആക്കണം, അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്പർ ആവശ്യമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ഒരു ഏജൻ്റ്, ഒരു ചേട്ടൻ, പുള്ളിയാണ് എനിക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തന്നിട്ടുള്ളത്. അപ്പോൾ ആളുടെ നമ്പർ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അവർക്ക് നമ്പർ അയച്ചു തരാം കേട്ടോ. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച്. അടുത്ത വീഡിയോയിലേക്ക് വീണ്ടും കാണാം. ബൈ ബൈ.